രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം എന്ന് പറയുന്നത് 4-ാം അധ്യായം ഏവർക്കും സുപരിചിതമായ ദൈവത്തിൻ്റെ തിരുവചന ഭാഗമാണ്. പ്രൈസ് ഹല്ലേലൂയ. അവിടെ നാം കാണുന്ന ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രൈസ് നമുക്കറിയാം. പ്രൈസ് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശയോട് നിലവിളിക്കുന്നതും നിന്റെ ദാസനായിരിക്കുന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി തൻ്റെ സാഹചര്യങ്ങൾ വലിയവനായ ദൈവത്തോട് പറയുന്ന ഒരു സ്ത്രീയെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവൾ ഏലീശ പ്രവാചകൻ്റെ അടുക്കൽ ചെന്നിട്ട് തൻ്റെ അവസ്ഥ ഇന്നതാണ് എന്ന് പറയുമ്പോൾ ഏലീശ പ്രവാചകൻ അവളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പറക, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം, നിൻ്റെ വീട്ടിൽ എന്തുള്ളൂ എന്നുള്ളതായ ഒരു വലിയ ചോദ്യമാണ്. പ്രൈസലോ, ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ പല പ്രവാചക ശിഷ്യന്മാർക്കും ചോദിക്കുവാൻ പറ്റാത്ത അല്ലെങ്കിൽ ധൈര്യമില്ലാത്തതായ ഒരു കാര്യമാണ് ഏലീശ പ്രവാചകൻ അവളോട് ചോദിക്കുന്നത്. പ്രൈസ് ഹല്ലേലൂയ. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം, പറക, നിൻ്റെ വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. പ്രൈസ് അതിനുള്ള മറുപടിയും ആ 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം നമുക്ക് കാണുന്നു. ഞാൻ പറഞ്ഞതുപോലെ പലർക്കും ഈ കാലഘട്ടങ്ങളിൽ ചോദിക്കുവാനും ധൈര്യമില്ലാത്തതായ ഒരു കാര്യമാണ് പലപ്പോഴും പ്രവാചകനായിരിക്കുന്ന ഏലീശ വ്യക്തമാക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവവുമായിട്ട് എത്രയധികം അടുത്ത ബന്ധമുള്ള ആ വ്യക്തികളായിരുന്നു പഴയ നിയമ പ്രവാചകന്മാർ എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. പലപ്പോഴും ഇന്ന് നാം കാണുന്നത് പോലെ പലരും ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം അവകാശപ്പെടുന്നു എങ്കിലും പ്രൈസലോ ഇതുപോലുള്ളതായ ഒരു കാര്യം ദൈവജനത്തിന് പരിഹാരമായിട്ട് ചൊല്ലുവാൻ പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ വ്യക്തി ജീവിതങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഒരു സത്യമാണ്. 2-ാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം. സെക്കൻഡായിട്ട് പുള്ളി പറയുന്നത്, പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള മറുപടിയും നാം കാണുന്നത്, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറയുന്നതും അതിന് ദൈവദാസൻ പറയുന്നതായ മറുപടിയുമാണ് തുടർന്ന് താഴോട്ടുള്ളതായ ഭാഗങ്ങളിൽ നാം വായിക്കുന്നത്. അതിനുശേഷം പ്രൈസ് ഹല്ലേലൂയ അവളോട് പറയുന്നത് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക എന്നും പറഞ്ഞു. അവൾ അവനെ വിട്ടുചെന്ന് മക്കളോടുകൂടെ അകത്ത് കിടന്ന് വാതിലടച്ച് അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു എന്ന് നാം കാണുന്നു. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു പ്രശ്നവുമായിട്ട്, താൻ അഭിമുഖീകരിക്കുന്ന ഒരു വേദനയുമായിട്ട്, താനും തൻ്റെ കുടുംബവും അനുഭവിക്കുന്നതായ ഒരു പ്രശ്നവുമായിട്ട് ഏലീശ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏലീശ പ്രവാചകൻ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിനു വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതായ ചില ഉപദേശങ്ങളും അത് എങ്ങനെ പരിഹരിക്കപ്പെടണം എന്നുള്ളതായ ചില നടപടിക്രമങ്ങളും ഏലീശ പ്രവാചകൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, ഏലിയാവ്, മോശ എന്നിവരൊക്കെ പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ നിഴലായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ദൈവദാസന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഏലീശ പ്രവാചകൻ പഴയ നിയമകാലത്തിൽ ക്രിസ്തുവിന് പ്രതിപുരുഷനായിട്ട് നിൽക്കുന്ന ഏലീശ, പ്രൈസ് ദി ലോർഡ്, ഇവിടെ തൻ്റെ അടുക്കലേക്ക് പ്രശ്നങ്ങളുമായിട്ട് കടന്നു വന്നതായ സ്ത്രീയോട് ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്നതായ ഒരു ഭാഗമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. വളരെ അൺയൂഷ്വൽ ആയിട്ട്, വളരെ പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ നമ്മുടെ മാനുഷികമായ ചിന്തകൾക്കും മാനുഷികമായ കണക്കുകൂട്ടലുകളും
ആർക്കും ചിന്തിക്കുവാനോ അല്ലെങ്കിൽ കണക്ക് കൂട്ടുവാനോ കഴിയുന്നതിൽ അപ്പുറമായിട്ട് ഉള്ള ഒരു പരിഹാര മാർഗമാണ് ഏലിശ ഈ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യയായിരിക്കുന്ന ഈ സ്ത്രീയോട് പറയുന്നതായിട്ട് നാം കാണുന്നത്. അവളുടെ മുമ്പിൽ അവളോട് പറയുന്നത്, ഒന്ന് പറക, നിന്റെ വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിക്കുന്നു. രണ്ടാമതായിട്ട് അവളോട് പ്രവാചകൻ പറയുന്നത്, നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നീ നിന്റെ അയൽക്കാരോടൊക്കെയും എന്ത് ചെയ്യണം? വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക എന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. മൂന്നാമത് പറയുന്നത്, അതിനുശേഷം നീയും നിന്റെ മക്കളും അകത്ത് കടന്ന് വാതിൽ അടച്ച് എന്ത് ചെയ്യണം? പാത്രങ്ങളിൽ എണ്ണ പകരണം എന്ന് പ്രവാചകൻ പറയുന്നു. അതിനുശേഷം നാം കാണുന്നത് പ്രവാചകൻ കൊടുക്കുന്നതായ ഉപദേശം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവനം കഴിച്ചു കൊള്ളുക എന്ന് പറയുന്നു. നോക്കണമേ, പ്രശ്നങ്ങൾ ഒരു വ്യത്യസ്തമായ പ്രശ്നമുഖത്ത് ഒരു കടഭാരത്താൽ ഒരു സ്ത്രീ ഏലിശ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുന്നു, ഇപ്പോൾ കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ച് അടിമയാക്കുവാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് അവനോട് സങ്കടം ബോധിപ്പിക്കുമ്പോൾ പ്രൈസലോ ഏലിശ അവളോട് പറയുന്നത്, ഒന്നാമത്തെ ചോദ്യം, പറക, നിന്റെ വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്നുള്ളതാ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, പലപ്പോഴും പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മുടെ ഭവനത്തിനകത്തു തന്നെ ഉണ്ട്, നമ്മുടെ ആത്മീക ജീവിതത്തിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ അവിടെവിടങ്ങളിൽ ചുറ്റിത്തിരിക്കുന്നതായ ദൈവജനത്തെയാണ് ഈ നാളുകളിൽ നാം കാണുന്നത്. ഒന്നോർക്കുക, ഏറ്റവും വലിയ പ്രശ്നവുമായി തൻ്റെ ജീവിതത്തിൽ തൻ്റെ മക്കളെ, തൻ്റെ തലമുറകളെ കടക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോകും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഏലിശയുടെ അടുക്കലേക്ക് വന്നവൾക്ക് അവൻ പറഞ്ഞു കൊടുക്കുന്ന പരിഹാര മാർഗം എന്ന് പറയുന്നത്, പറക, നിന്റെ വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിക്കുന്നു. എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ ഒന്നുമില്ല എന്ന് അവൾ പറഞ്ഞതിന് ദൈവപുരുഷൻ അവളോട് പറയുന്നത്, നീ ഒന്ന് ചെയ്യണം, നിന്റെ അയൽവക്കത്തൊക്കെയും ചെന്ന് വെറും പാത്രങ്ങൾ കടം വാങ്ങി അതിലേക്ക് എണ്ണ പകരണമെന്നുള്ളതാ. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായ വേദനകളെ പരിഹരിക്കുവാൻ ഒരു സൊല്യൂഷൻ നമ്മുടെ ജീവിതത്തിൽ ബാക്കി ദൈവം വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. പലപ്പോഴും പ്രശ്നങ്ങളുടെ മുമ്പിൽ പതറിപ്പോകുന്ന ദൈവജനത്തെ ദൈവം ഉറപ്പിക്കുന്നതും ദൈവം നിലനിർത്തുന്നതും നാം തിരുവചനം പഠിച്ചാൽ മനസ്സിലാക്കും. അവരുടെ ജീവിതത്തിൽ തന്നെ അതിനുള്ള പരിഹാര മാർഗം അവരുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാതെ, അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നതായ സത്യം. ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പ്രശ്നം, ജീവിതത്തിൽ അനുഭവിക്കുന്നതായ വേദന, ജീവിതത്തിൽ അനുഭവിക്കുന്നതായ കടഭാരം എങ്ങനെ അത് പരിഹരിച്ച് എനിക്കെന്റെ തലമുറയെ ആ കടക്കാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് കഴിയും എന്ന് ഒരുപക്ഷെ പലതവണ ചിന്തിച്ച് അതിനൊരു മാർഗം കാണാതെയാണ് ഏലിശ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, അവളുടെ വ്യക്തിപരമായ വിഷയമാണ്. അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിക്കുന്ന അവളുടെ പേഴ്സണൽ വിഷയവുമായിട്ടാണ് അവൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. അവളുടെ വ്യക്തിപരമായ വിഷയവുമായിട്ട് അവൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അതിനുള്ള പരിഹാര മാർഗവും ഏലിശ കൊടുക്കുന്നത് എപ്രകാരമാണെന്നറിയാമോ? വ്യക്തിപരമായിട്ട്, അതായത് പ്രൈവറ്റ് ആയിട്ട്, സ്വകാര്യമായിട്ട്. നോക്കണമേ, അവളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി, അവളുടെ ആവശ്യത്തെ അവൾക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും വ്യക്തിപരമായിട്ടാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞങ്ങൾ അനുഭവിക്കുന്നതായ വ്യക്തി
വ്യക്തിപരമായ വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതും വ്യക്തിപരമായ രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്നവനാ. നമുക്കറിയാമല്ലോ, ഇവളോട് പറയുന്നത്, അവളോട് ചോദിച്ചു, പറക നിന്റെ വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചിട്ട് അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ എന്തു ചെയ്യണം? വെറും പാത്രങ്ങളെ വായ്പ വാങ്ങണം, അതിലേക്ക് എണ്ണ പകരണം. അതിനു മുമ്പ് പറയുന്നുണ്ട്, നീയും നിന്റെ മക്കളും അകത്തു കടന്ന് വാതിൽ അടച്ച് പാത്രങ്ങളിലേക്ക് എണ്ണ പകരണം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ ഒരു കാര്യം പറയാം. ഒരുപക്ഷെ വലിയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ന് പകൽക്കാലത്തെ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ ദൈവത്തിന്റെ കരം വ്യക്തിപരമായ രൂപത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അവളോട് പറഞ്ഞില്ല, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനായിട്ട് പോകുകയാ. ദൈവം നിനക്ക് വേണ്ടി നിന്റെ കയ്യിൽ ഇരിക്കുന്ന എണ്ണയെ വർദ്ധിപ്പിക്കുവാനായിട്ട് പോകുകയാ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? പബ്ലിക്കായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടണം, എന്നിട്ട് അവിടെ വെച്ച് എണ്ണ പകരണമെന്നല്ല ദൈവം പറഞ്ഞത്. എലീശ പറയുന്നത് ഇപ്രകാരമാണ്, അകത്തു കടക്കുക. അത്ഭുതം നടക്കുമ്പോൾ കാണേണ്ടത് നീയും നിന്റെ വീട്ടിലുള്ളവരുമാ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. ഇതുവരെയും ഇങ്ങനെ ഒരു അത്ഭുതം അവിടെ നടന്നിട്ടുണ്ടാകാൻ വഴിയില്ല. ആയിരങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മാനുഷികമായ രീതിയിൽ അനേകർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഉപയോഗിക്കാവുന്ന ഒരു അത്ഭുതമാണ്. അനേകർ ഒരുപക്ഷെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കഴിയത്തക്ക നിലയിൽ ഈ അത്ഭുതം കൊണ്ട് സാധിക്കുമായിരിക്കും. പക്ഷേ എലീശ പറയുന്നത്, നീ എല്ലാവരും കാണുക ചെയ്യണമെന്നല്ല, നീ അകത്ത് കടന്ന് വാതിലടച്ച്, നീയും നിന്റെ മക്കളും അകത്ത് കടന്ന് വാതിലടച്ച് നിറയുന്നത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. ഞാൻ പറയട്ടെ, ദൈവവുമായിട്ടുള്ള ബന്ധം എപ്പോഴും വ്യക്തിപരമാണ്. നിങ്ങൾക്ക് യേശുവുമായിട്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ, praise the Lord, our spiritual relationship always is personal. വ്യക്തിപരമായ ബന്ധം ദൈവവുമായിട്ട് കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നവരെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. Praise the Lord. I always used to say that salvation is personal. Praise the Lord. Hallelujah. Not only that, our spiritual relationship also is a personal thing. ദൈവവുമായിട്ട് നമുക്കുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ ബന്ധം ഞാനും നിങ്ങളും ദൈവത്തോട് സ്ഥാപിച്ചെടുക്കണം. ഇവിടെ നാം കാണുന്നത്, അവൾ അകത്തു കടന്നു വാതിൽ അടച്ചു. നിറയുന്നത് ഒരു ഭാഗത്തേക്ക് വെച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. നോക്കണമേ, ഇവിടെ അത്ഭുതത്തിന് സാക്ഷി എന്ന് പറയുന്നത് അവളും അവരുടെ മക്കളും. ആ അത്ഭുതത്തിന് സാക്ഷിയായി അവര് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന വിഷയത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വ്യക്തികൾ അവളും അവളുടെ കുടുംബവും മാത്രവുമാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തിൽ പലപ്പോഴും നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ല. She has a very special experience with God. Now she is watching the miracle done by the God Almighty. ഇവിടെ നോക്കിക്കാട്ടെ, അവളുടെ ജീവിതത്തിൽ, അവളുടെ ആത്മീക ജീവിതത്തിൽ, അവളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവളുടെ കടഭാരം മാറ്റുന്ന ദൈവവുമായിട്ട് അവൾക്കൊരു അഭേദ്യ ബന്ധമാണ്. ആ അഭേദ്യ ബന്ധം എങ്ങനെ സ്ഥാപിക്കുന്നെന്ന് അറിയാമോ? വാതിലടച്ചകത്തു കയറിയവർ, അമ്മയും മക്കളും
കാണുകയാ, അല്ലെങ്കിൽ അനുഭവിക്കുക, നേരിട്ട് ലൈവായിട്ട് കാണുകയാ. പ്രൈസലോ, കുപ്പിയിലെ എണ്ണ ഒരു പാത്രത്തിലേക്ക് പകരുമ്പോൾ ആ പാത്രം കവിയുന്നതും അടുത്ത പാത്രം കൊണ്ടുവരുന്നതും എണ്ണ അതിലേക്ക് ഹല്ലേലൂയ പകരുന്നതും ലൈവായിട്ട് കണ്ട ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട ഒരു കുടുംബമാണ് ഈ വിധവയുടെ കുടുംബം. നോക്കണമേ, here we can see the oil is multiplying. Praise the Lord. Oil is multiplying here. ആ ഒരു ഹല്ലേലൂയ ഓയിലിന്റെ ആ എണ്ണയുടെ വർദ്ധനവ് പ്രൈസ് ലൈവായിട്ട് കണ്ട ഒരു സഹോദരി എന്ന് പറയുന്നത് പ്രൈസ് ഹല്ലേലൂയ അവളും കുടുംബവുമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിന്റെ ഭവനത്തിനകത്തേക്ക് യേശു വന്നാൽ, അതിനകത്ത് അത്ഭുതം നടന്നാൽ, ഇന്ന് പകൽക്കാലം നിനക്കും നിന്റെ കുടുംബത്തിനും അത് പ്രൈസ് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രൈസ് ലോ. എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ പ്രവൃത്തി നോക്കണമേ, ദൈവം ചെയ്യുന്നതായ ലൈവ് മിറക്കിൾ. ഇങ്ങനെ ഞാൻ പറയാം, God is doing the miracle. Praise the Lord. Hallelujah. She is seeing that miracle in her own eyes. അവളുടെ സ്വന്തം കണ്ണുകൊണ്ട് ദൈവം എണ്ണയെ വർദ്ധിപ്പിക്കുന്നത് കാണുകയാണ്. പ്രൈസ് നമ്മൾ എപ്പോഴും പ്രൈസ് അത്ഭുതത്തെ പറ്റി പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഒന്ന് അത് ദൈവവചനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാ ദൈവ അത്ഭുതം ചെയ്യുന്നത്. രണ്ട്, പ്രൈസ് നമ്മുടെ ആത്മീക ജീവിതത്തെയും അത് ഉറപ്പിക്കും. നോക്കണമേ, പ്രൈസ് വിധവയായി പ്രൈസ് ഞാൻ എൻ്റെ കടഭാരം എങ്ങനെ മാറ്റുമെന്ന് ചിന്താഭാരത്തിലിരുന്നതായ ആ സ്ത്രീയോട് ഏലിശ പ്രവാചകൻ പറഞ്ഞു, വെറും പാത്രങ്ങൾ ശേഖരിച്ച് എണ്ണ അതിലേക്ക് പകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, എണ്ണ പകരുന്ന മിറക്കിൾ കണ്ട ഒരേ ഒരു സ്ത്രീ പ്രൈസ് ഈ വിധവയായ സ്ത്രീയാ. അത് മാത്രമല്ല, അവളുടെ കുടുംബവും അത് കാണുവാനായിട്ടിടയായി തീർന്നു. ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ ദൈവം അതിന്മേൽ പ്രവർത്തിക്കുന്നത് സ്വന്തം കണ്ണാലെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതിനുശേഷം അവൾ മകനോട് ചോദിച്ചു. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. നോക്കണമേ, പ്രൈസ്. 7-ാമത്തെ വാക്യത്തെ 6-ാമത്തെ വാക്യത്തിന്റെ അവസാനം പറയുന്നത്, എപ്പോൾ പാത്രമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എണ്ണ നിന്നുപോയി. എപ്പോൾ പാത്രമില്ല എന്ന് പറഞ്ഞുവോ അപ്പോൾ എന്ത് ചെയ്തു? എണ്ണ നിന്നുപോയെന്നാ പറയുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കണം, നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയവനായ ദൈവമാണ്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടാവും. പൗലോസ് അങ്ങനെ പറയുന്നത്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, നാം ചോദിക്കുന്നതിലും അല്ലെങ്കിൽ നാം ചിന്തിക്കുന്നതിലും അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. നോക്കണമേ, പ്രൈസ് ഹല്ലേലൂയ. ഈ ഭവനത്തിനകത്ത് പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞ് പാത്രം ഇല്ലാതെ വന്നപ്പോൾ എണ്ണ നിന്നുപോയി എന്ന് പറയുന്നത് പ്രൈസ് ഇതൊരു ഭയങ്കര ഒരു മിറക്കിൾ തന്നെയാ. ഇതൊരു വ്യത്യസ്തമായ അത്ഭുതം തന്നെയാ. അവിടെ നോക്കിക്കാട്ടെ, എണ്ണ നിന്നുപോയി. അതിനുശേഷം പിന്നെ എന്ത് ചെയ്തില്ല? എണ്ണ മൾട്ടിപ്ലൈ ആയില്ല, വർദ്ധിച്ചില്ല. അവൾ എന്ത് ചെയ്തെന്നറിയാമോ? ദൈവ പുരുഷനോട് വസ്തുത അറിയിച്ചു. ദൈവപുരുഷൻ പറയുന്ന, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം. നോക്കണമേ, രണ്ട് കാര്യങ്ങൾ അവിടെ. ഒന്ന്, ഇവൾ പറഞ്ഞത് കടഭാരം മാറ്റുന്നതിന് വേണ്ടി ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നത്. എലീശയോട് പറഞ്ഞു, നിന്റെ ശിഷ്യനായിരിക്കുന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. പ്രൈസ്. കടക്കാർ വന്ന്
എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ എലിശയുടെ അടുക്കലേക്ക് വന്ന എണ്ണ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓടിയവൾ എലിശ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ പറയുകയാണ്, എണ്ണ വീട്ട് ഒന്നാമത് നീ എന്ത് ചെയ്യണം? കടം വീട്ടണം. രണ്ടാമത് എന്താ പറയുന്നത്? ശേഷിപ്പ് കൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവനം കഴിക്കണം. നോക്കണമേ, അവളുടെ കടം ഭാര വിഷയമായി ഒറ്റ വിഷയവുമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നു. പക്ഷെ ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അവൾക്ക് ഉപജീവനത്തിനുള്ളതായ മാർഗം കൂടെ ദൈവം തുറന്നു കൊടുത്തു. ബാക്കി ശേഷിച്ചത് കൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവനം കഴിക്കാം. പലപ്പോഴും ജോലി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പലർക്കു വേണ്ടി ജോലിയുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പലരുടെ വിവാഹ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഈ ദിവസങ്ങളൊക്കെ ഉപവാസ പ്രാർത്ഥനകളിലായിരുന്നപ്പോൾ നാം ചെയ്തൊരു കാര്യമതാ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ പറയട്ടെ, ഉപജീവന മാർഗത്തിന് വേണ്ടി വഴി തുറന്നു കൊടുക്കുന്നവൻ ദൈവമാ. നിനക്ക് നല്ല ജോലിയെ തരുന്നവൻ ദൈവമാ. നിന്റെ തലമുറയുടെ വിവാഹത്തെ നടത്തുന്നവൻ ദൈവമാ. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കണം. ഇവിടെ ഇതാ ഈ സ്ത്രീയോട് പറയുകയാണ്, ശേഷിച്ചത് വിറ്റ് നീ എന്ത് ചെയ്യുക? നീയും നിന്റെ മക്കളും ഉപജീവനം കഴിക്കുക. നാം ഓർക്കുന്ന നമ്മുടെ ഒരു വിഷയം മാത്രം അറിയുന്നവൻ എന്ന ദൈവമല്ല. ഒരാവശ്യമായിട്ട് ചെന്നപ്പോൾ ഡബിൾ ലോട്ടറി അടിച്ച് മടങ്ങിപ്പോകുന്ന ഒരു സ്ത്രീയെ ഇവിടെ കാണാൻ പറ്റും. അവളോട് പറയുന്നത് ഇപ്രകാരം, നീ കടം വീട്ടണം. കടം വീട്ടിയ ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും എന്ത് ചെയ്യണം? ഉപജീവനം കഴിച്ചു കൊള്ളണം. പണ്ടൊരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എത്ര കാലമായിരിക്കും അവർ ആ ശേഷമുള്ള എണ്ണ കൊണ്ട് വിറ്റ് ഉപജീവനം കഴിച്ചത്? എത്ര നാൾ അവരാ എണ്ണ ഉപയോഗിച്ചു കാണാം? എത്ര നാൾ അവരാ എണ്ണ വിറ്റ് ബാക്കിയുള്ള എണ്ണ കൊണ്ട് അവരുടെ ഉപജീവന മാർഗം നടത്തി കാണാം? ഞാൻ വിശ്വസിക്കുന്നത് ഒന്നിൽ ആ സ്ത്രീയുടെ ആയുസിന്റെ അവസാന ദിവസം വരെയും അവർ ആ എണ്ണ കൊണ്ട് ഉപജീവനം കഴിക്കുവാനായിട്ടുണ്ട്. ദാറ്റ് ഈസ് മൈ ഫെയ്ത്ത്. അവളുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം വരെയും ഒരു പക്ഷേ ആ എണ്ണ കൊണ്ട് വിറ്റ് അവൾ ഉപജീവനം കഴിച്ചിട്ടുണ്ടാകാം. ഇവൾ പറയുന്നത് ഹല്ലേലൂയ, കാരണം ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവവചനം ഇപ്രകാരം പറയുന്നു, ശേഷിപ്പ് കൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവനം കഴിക്കണം. ചിലർ പറയുന്നത് അവരുടെ ജീവിതകാലം മുഴുവൻ ആ എണ്ണ വിറ്റ് അതുകൊണ്ട് ഉപജീവനം കഴിക്കുവാൻ ദൈവം അവൾക്ക് വേണ്ടി വഴി തുറന്നു കൊടുത്തു. ഇന്ന് പകൽക്കാല ഉപജീവന ഭാരത്താൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, നിങ്ങൾക്ക് വേണ്ടി ഉപജീവന മാർഗത്തിന് വേണ്ടി, നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി എന്റെ ദൈവം ഇന്ന് പകൽക്കാലം വഴി തുറക്കാൻ പോകുകയാണ്. നാം വിശ്വസിക്കണം. ഇന്ന് പകൽക്കാലം ദൈവം എനിക്കും എൻ്റെ തലമുറയ്ക്കും വേണ്ടി വഴി തുറക്കുമെന്ന് എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ വിശ്വസിക്കണം. കാരണം അവൻ വഴി തുറക്കുന്ന ദൈവമാ. ഇവിടെ ഇതാ ഉപജീവന മാർഗത്തിന് വേണ്ടി ആരും ആശ്രയമില്ലാതിരുന്ന സ്ത്രീയുടെ ജീവിതത്തിൽ അവൾക്കും മക്കൾക്കും വേണ്ടി വഴി തുറക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിനക്കും നിന്റെ തലമുറകൾക്കും വേണ്ടി വഴി തുറക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കുവാൻ പോകുകയാ? പ്രൈസ് ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് തുറന്നതുപോലെയല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചതുപോലെയല്ല. പ്രൈസ്, വ്യത്യസ്തമായ നിലകളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുന്നു. ഈ വിധവയായ സ്ത്രീക്ക് പറയുവാനായിട്ട് കഴിയും, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതുപോലെയല്ല, എൻ്റെ അയൽവക്കംകാരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതുപോലെയല്ല എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചത്. എൻ്റെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ നിലകളിൽ പ്രവർത്തിച്ചൊരു ദൈവം. ഇന്ന് പകൽക്കാലം ആ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ആ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രശ്നങ്ങളെ, കടഭാരമായിക്കോട്ടെ മറ്റിതര വിഷയങ്ങളായിക്കോട്ടെ, അതിനെ പരിഹരിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്.
ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കാം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഗോഡ് ഈസ് ദ മിറക്കിൾ ഗോഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ പലപ്പോഴും ഞാൻ ഈ ചർച്ചിൽ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത ഒരു ദൈവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ സൗഖ്യം തന്നൊരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി മിറക്കിളുകൾ ചെയ്ത എന്നെ സൗഖ്യമാക്കിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കും. ആ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും മറുപടി തരും. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി അവൻ വഴി തുറക്കും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അവൻ വഴി തുറക്കും. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്. हम विश्वास करता है परमेश्वर आपके लिए नया रास्ता खोलेगा. प्रैस दि लॉर्ड. हालेलुया. जैसा दूसरे को हालेलुया खोल का समय नहीं है. प्रैस दि लॉर्ड. हालेलुया. മറ്റുള്ളവർക്ക് തുറന്നതുപോലെയല്ല, നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഹല്ലേലൂയ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധി